ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്ന് വരുന്ന എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം 1201 മലയാള മാസം പുതുവർഷത്തിലെ കന്നിമാസത്തെ രാശിക്കൂറ് ഫലമാണ്. കന്നിമാസത്തെ രാശിക്കൂറ് ഫലം തുലാക്കൂറിന്റെ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. തുലാക്കൂർ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് മേലാധികാരികളിൽ നിന്നും അപ്രീതി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മേലാധികാരികളിൽ നിന്ന് ഇവർക്ക് ചിലപ്പോൾ വഴക്ക് കേൾക്കാനൊക്കെ ഇടവരും. അധ്യാപന ജോലി കിട്ടാൻ ഇടവരും. അതായത് അധ്യാപകരായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധ്യാപന ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാവിന് അസുഖം ഉണ്ടാകാം, അമ്മക്ക് അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ആഭരണങ്ങൾ വാങ്ങാൻ കഴിയും. ആഭരണ സംബന്ധമായി ഇവരെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആഭരണം വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. വാഹനങ്ങളും യന്ത്രസാമഗ്രികളും കൈകാര്യം ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കണം. വാഹനങ്ങൾ, അതേപോലെ യന്ത്രസാമഗ്രികൾ എല്ലാം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിത്. സഹോദരന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് കൂടപ്പിറപ്പുകൾക്ക് സഹോദരന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു മാസമായിരിക്കും ഇത്. മാസാവസാനം എന്നാൽ ഇവർക്ക് നല്ലതായിരിക്കും. ഈ കൂറുകാരെ സംബന്ധിച്ച് മാസാവസാനം നല്ലതായിരിക്കും. ആലോചനയില്ലാതെ ചെയ്യുന്ന ജോലികളിൽ പ്രയാസം നേരിടാൻ സാധ്യതയുണ്ട്. ആലോചനയില്ലാതെ കാര്യങ്ങൾ ചെയ്താൽ അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഉണ്ട്. ശത്രുദോഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. വൃശ്ചികക്കൂറ് വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഇതാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ഈ മാസം ഇവർ ശ്രദ്ധിക്കണം. ഈ കന്നിമാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കണം. കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ഒരു മാസമാണിത്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർ തീരുമാനമെടുക്കും. വാഹന ഗുണമുണ്ടാകും. വാഹനങ്ങളിൽ ലാഭമുണ്ടാകും. വാഹനങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. വരുമാനം കൂടുന്ന ഒരു സമയമാണ്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരോട് കൂടി ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഗുണം ചെയ്യുന്ന കാര്യമാണ്. മനക്ലേശങ്ങൾ വരാനിടയുണ്ട്. ഇവരെ സംബന്ധിച്ച് മനക്ലേശങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസരങ്ങളും വന്നു ചേരാം. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാർത്തകളും ചിലപ്പോൾ ഇവർക്ക് കേൾക്കാൻ ഇടവരും. ഈ മാസത്തിൽ ദൂരയാത്രക്ക് പറ്റിയ സമയമാണ് ഇവരെ സംബന്ധിച്ച്. ദൂരയാത്രക്ക് പോകാൻ സാധിക്കും. ശത്രുക്കളിൽ മേൽ ഇവർക്ക് വിജയമുണ്ടാവുന്ന ഒരു സമയമാണ്. ശത്രുക്കളെ ജയിക്കുന്ന ഒരു സമയമായിരിക്കും ഈ മാസം ഈ നക്ഷത്രക്കാർക്ക്. ധനിക്കൂറിന്റെ രാശിഫലം മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇതാണ് ധനിക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാലി ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി നേട്ടം ഉണ്ടാവും. ജോലിയിൽ പുരോഗതി ഉണ്ടാവും. പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. കൂട്ടുകച്ചവടത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദോഷം വരുന്ന ഒരു സമയം കൂടിയാണ്. കൂട്ടുകച്ചവടം ചെയ്യുന്നവര്, ബിസിനസ് ചെയ്യുന്നവര്, കൂട്ടുപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീട് വിട്ട് നിൽക്കാൻ ഇടവരും. വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ഇടവര ഈ മാസത്തിൽ. കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും ഇവരെ തേടി വരും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്ര പോകാനായിട്ടൊക്കെയുള്ള അവസരങ്ങൾ വരും. ബന്ധുവിരോധത്തിന് ഇടവരും. ബന്ധുക്കളായിട്ട് ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാനും അവരായിട്ട് വിരോധത്തിനും ഉണ്ടാകാനും സാധ്യതയുണ്ട്.
തൊഴിലിൽ അംഗീകാരവും പ്രശംസയും ഇവർക്ക് കിട്ടും. തൊഴിൽപരമായ അംഗീകാരങ്ങളും അതേപോലെ തന്നെ പ്രശംസയും ഇവർക്ക് കിട്ടാവുന്നതാണ്. എന്നാൽ അമ്മക്ക് മാതാവിന് അസുഖം വരാനും സാധ്യത ഉണ്ട്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.